Hey all, Assalamu alaikum, welcome back to my spoken English class. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നറിയോ? നമ്മൾ ഈസാറാമ് പറഞ്ഞു, വേഴ്സ് വേറെ പറഞ്ഞു, ഡൂവും ഡസ്സും പറഞ്ഞു. ഡൂവും ഡസ്സും പറഞ്ഞ സമയത്ത് നമ്മൾ ഡോണ്ടും ഡസിൻ്റും പറഞ്ഞിട്ടില്ല, അതായത് അതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യനും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും യൂസ്ഫുൾ ആയൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഡൂവിൻ്റെയും ഡസ്സിൻ്റെയും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡൂവും ഡസ്സും നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ശീലങ്ങൾ പറയാനാണ്. അതായത് ഡെയിലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാ മാസവും, എല്ലാ ദിവസവും, എല്ലാ ആഴ്ചയും, എല്ലാ സമയത്തും ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൂവും ഡസ്സും യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ നെഗറ്റീവ് പറയുമ്പം നമ്മൾ ആ പറയുന്നതൊക്കെ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ അവിടെ പോകാറില്ല എന്നാണ് അല്ലേ. ഇവിടെ സബ്ജക്റ്റ് ഞാനാണല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ നോട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ പറയും, ഐ ഡു നോട്ട് ഗോ ദർ. ഇവിടെ ഡു നോട്ട് എന്നുള്ളത് ഒന്നും കൂടി ഷോർട്ട് ആക്കുമ്പോൾ ഡോണ്ട് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇങ്ങനെ പറയും, ഐ ഡോണ്ട് ഗോ ദർ. ഞാൻ അവിടെ പോകാറില്ല. ഇനി നോക്കൂ, അവൾ അത് വാങ്ങാറില്ല. ഇങ്ങനെ പറയും. ഇവിടെ സബ്ജക്റ്റ് എന്താണ്? അവളാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡസ് ആണ്. ഡസ്സിൻ്റെയും ഡൂവിൻ്റെയും വീഡിയോ കാണാത്തവർക്ക് ഇതൊന്നും മനസ്സിലാകില്ല. അത് കാണാം, എന്നിട്ട് ഇത് കാണാം കേട്ടോ. അപ്പോൾ അവൾ അത് വാങ്ങാറില്ല എന്നെങ്ങനെ പറയും? ഷീ ഡസ് നോട്ട് ബൈ ഇറ്റ്. അപ്പോൾ ഡസ് നോട്ടിനൊന്നും കൂടി ഷോർട്ടാക്കുമ്പം ഡസിൻ്റ് എന്ന് വരും അല്ലേ. അപ്പോൾ ഷീ ഡസിൻ്റ് ബൈ ഇറ്റ്. അവൾ അത് വാങ്ങാറില്ല. ഇനി നോക്കൂ, അവൻ അത് കഴിക്കാറില്ല. ഇവിടെ സബ്ജക്റ്റ് അവനാണ്. അവനും അവളൊക്കെ ആകുമ്പോൾ നമ്മൾ ഡസ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഹി ഡസിൻ്റ് ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് കഴിക്കാറില്ല. നെക്സ്റ്റ്, അവർ എന്നെ വിളിക്കാറില്ല. ഇവിടെ സബ്ജക്റ്റ് അവരാണ്, പ്ലൂറലാണല്ലേ. അപ്പം നമ്മളിങ്ങനെ പറയും, ദേ ഡോണ്ട് കോൾ മീ. പ്ലൂറലാകുമ്പോൾ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യുക. ഡൂവിന് നോട്ട് യൂസ് ചെയ്യുമ്പോൾ ഡോണ്ട് ആയി. അപ്പോൾ ദേ ഡോണ്ട് കോൾ മീ. അവർ എന്നെ വിളിക്കാറില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ദിവസവും ടി വി കാണാറില്ല. ഇവിടെ സബ്ജക്റ്റ് ഞങ്ങളാണ്. അപ്പോൾ എന്തായിരിക്കും? വി ഡോണ്ട് വാച്ച് ടി വി എവറി ഡേ. ഞങ്ങൾ ദിവസവും ടി വി കാണാറില്ല. ഇനി നോക്കൂ, നമ്മൾ നെയിം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പറയും? അനു എല്ലാ ദിവസവും രാവിലെ നടക്കാറില്ല. ഇവിടെ നെയിമാണ്, പക്ഷേ ഒരു നെയിമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? അനു ഡസൻറ്റ് വോക്ക് എവറി മോർണിംഗ്. അനു എല്ലാ ദിവസവും രാവിലെ നടക്കാറില്ല. അതായത് സിംഗുലറാണ് സബ്ജക്റ്റ് വന്നിട്ടുള്ളത് അല്ലേ. ഇനി രണ്ട് നെയിം വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, അനുവും രാജുവും എല്ലാ ദിവസവും രാവിലെ നടക്കാറില്ല. ഇവിടെ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് അല്ലേ, രണ്ടാളുകളുണ്ട്. അപ്പോൾ പ്ലൂരലാണ്. അപ്പോൾ നമ്മളെങ്ങനെ പറയും? അനു ആൻഡ് രാജു ഡോണ്ട് വോക്ക് എവറി മോർണിംഗ്. അനുവും രാജുവും എല്ലാ ദിവസവും രാവിലെ നടക്കാറില്ല. അപ്പോൾ നമ്മൾ നെയിം യൂസ് ചെയ്തുകൊണ്ടും പ്ലൂരലായിട്ടും സിംഗുലറായിട്ടൊക്കെ നെഗറ്റീവ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചു. ഇനി ഇതൊക്കെ എങ്ങനെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും, നെഗറ്റീവിൽ എങ്ങനെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും എന്ന് നോക്കാം. സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റുമല്ലേ. എങ്ങനെ? നീ അവിടെ പോകാറില്ലേ എന്നല്ലേ നമ്മൾ ചോദിക്കാറ്. ഡോണ്ട് യു ഗോ ദർ. നമ്മുടെ ഓക്സിലറിനെ ഫസ്റ്റിലേക്ക് കൊണ്ടുവരിക, സബ്ജക്റ്റ് രണ്ടാമതായി വരിക. സിമ്പിളാണ്. അതുപോലെ തന്നെ അവൾ അത് വാങ്ങാറില്ലേ എങ്ങനെ ചോദിക്കും? ഡസൻറ്റ് ഷീ ബൈ ഇറ്റ്. അവൾ അത് വാങ്ങാറില്ലേ. ഇനി നോക്കൂ, അവൻ അത് കഴിക്കാറില്ലേ എങ്ങനെ ചോദിക്കും? ഡസൻറ്റ് ഹി ഈറ്റ് ഇറ്റ്. അവൻ അത് കഴിക്കാറില്ലേ. നെക്സ്റ്റ്, അവർ നിന്നെ വിളിക്കാറില്ലേ എന്നല്ലേ നമ്മൾ ചോദിക്കാറ്. അവർ നിന്നെ വിളിക്കാറില്ലേ എങ്ങനെ ചോദിക്കും? ഡോണ്ട് ദേ കോൾ യു. അവർ നിന്നെ വിളിക്കാറില്ലേ. നെക്സ്റ്റ്, നിങ്ങൾ ദിവസവും ടി വി കാണാറില്ലേ എങ്ങനെ ചോദിക്കും?
ഡോണ്ട് യു വാച്ച് ടി വി എവറി ഡേ. ഡോണ്ട് യു വാച്ച് ടി വി എവറി ഡേ. നിങ്ങൾ ദിവസവും ടി വി കാണാറില്ലേ? നെക്സ്റ്റ്, അനു എല്ലാ ദിവസവും നടക്കാറില്ലേ? അനു എല്ലാ ദിവസവും നടക്കാറില്ലേ? എങ്ങനെ ചോദിക്കും? ഡസിൻറ്റ് അനു വോക്ക് എവറി മോർണിംഗ്. ഡസിൻറ്റ് അനു വോക്ക് എവറി മോർണിംഗ്. അനു എല്ലാ ദിവസവും നടക്കാറില്ലേ? ഇനി ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലോ, അനുവും രാജുവും എല്ലാ ദിവസവും രാവിലെ നടക്കാറില്ലേ? എങ്ങനെ ചോദിക്കും? ഡോണ്ട് അനു ആൻഡ് രാജു walk every morning. Don't അനു ആൻഡ് രാജു walk every morning. അനുവും രാജുവും എല്ലാ ദിവസവും രാവിലെ നടക്കാറില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡോണ്ടും ഡസിൻറ്റും യൂസ് ചെയ്തുകൊണ്ട് നെഗറ്റീവിലും ക്വസ്റ്റ്യനൊക്കെ പറയേണ്ടത്. ക്ലിയർ ആയല്ലോ? രാവിലെയാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്, അതുകൊണ്ട് നല്ല പക്ഷികളെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്, സോറി. അപ്പോൾ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ എല്ലാ വീഡിയോസും കാണുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണം ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നൊരു ചാനലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പോൾ അത് നിങ്ങൾ പരമാവധി യൂസ്ഫുൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാർട്ടായിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക് യു.